2025 ഒക്ടോബർ മാസം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായി ഒരു സമ്മിശ്ര ഫലമാണ് നൽകുന്നത്. വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതകൾ ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ മറുവശത്ത് അപ്രതീക്ഷിത ചിലവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അതിനാൽ ഈ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയും ആസൂത്രണവും ആവശ്യമാണ്. അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുകയും നിക്ഷേപങ്ങളിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം ശമ്പള വർധനവിനോ സ്ഥാനക്കയറ്റത്തിനോ സാധ്യതയുണ്ട്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുകയും അത് സാമ്പത്തികമായി ഗുണം ചെയ്യുകയും ചെയ്യും. എന്നാൽ ജോലിസ്ഥലത്ത് ചില പ്രശ്നങ്ങളോ സമ്മർദ്ദങ്ങളോ നേരിടേണ്ടി വന്നേക്കാം. ഇത് നിങ്ങളുടെ ജോലിയിലെ ശ്രദ്ധയെ ബാധിക്കാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. പുതിയ തൊഴിലവസരങ്ങൾ തേടുന്നവർക്ക് ഈ മാസം അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ശരിയായ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നത് വിജയത്തിലേക്ക് നയിക്കും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം പുതിയ നിക്ഷേപങ്ങൾക്ക് സാധ്യതയുണ്ട്. പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്നതിലൂടെയും പുതിയ പങ്കാളിത്തങ്ങളിലൂടെയും വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കും. എന്നാൽ ഏതൊരു പുതിയ നിക്ഷേപത്തിനു മുമ്പും സൂക്ഷ്മമായ പഠനവും ആസൂത്രണവും നടത്തേണ്ടത് അത്യാവശ്യമാണ്. അനാവശ്യമായ അപകട സാധ്യതകൾ ഒഴിവാക്കുന്നതിലൂടെ സാമ്പത്തിക നഷ്ടങ്ങൾ തടയാം. മത്സരങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെയോ സേവനങ്ങളുടെയോ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നത് വിപണിയിൽ മുന്നിട്ട് നിൽക്കാൻ സഹായിക്കും. ഈ മാസം നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് മികച്ച സമയമായിരിക്കാം. റിയൽ എസ്റ്റേറ്റ്, ഓഹരി വിപണി, സ്വർണം തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപിക്കുന്നത് ഭാവിയിൽ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും. എന്നാൽ ഏതൊരു നിക്ഷേപത്തിനു മുമ്പും സാമ്പത്തിക വിദഗ്ധരുമായി ആലോചിക്കുന്നത് നല്ലതാണ്. അനാവശ്യ ധൃതി ഒഴിവാക്കുകയും വിവേകത്തോടെ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുക. വായ്പകൾ എടുക്കാനോ നൽകാനോ ഉള്ള സാധ്യതകളും ഈ മാസം നിലനിൽക്കുന്നു. വായ്പ എടുക്കുകയാണെങ്കിൽ തിരിച്ചടവ് ശേഷി ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അമിതമായ കടബാധ്യതകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കുമ്പോൾ തിരിച്ചടവ് ഉറപ്പുവരുത്താൻ ആവശ്യമായ രേഖകളും വ്യവസ്ഥകളും ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. ഈ മാസം അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങൾ, വീട്ടുപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, യാത്രാ ചെലവുകൾ തുടങ്ങിയവ അപ്രതീക്ഷിതമായി കടന്നു വന്നേക്കാം. അതിനാൽ ഒരു അടിയന്തര ഫണ്ട് കരുതി വെക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ സഹായിക്കും. അനാവശ്യമായ ആഡംബര ചെലവുകൾ നിയന്ത്രിക്കുന്നത് സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ബഡ്ജറ്റ് തയ്യാറാക്കുകയും അതിനനുസരിച്ച് ചെലവുകൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ഈ മാസത്തെ സാമ്പത്തിക വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ പങ്കാളിയുടെ സഹകരണവും പിന്തുണയും ഈ മാസം വളരെ പ്രധാനമാണ്. ഒരുമിച്ച് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുകയും ഒരുമിച്ച് ചെലവുകൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്തും. കുടുംബപരമായ ചെലവുകൾ ഈ മാസം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹ ചെലവുകൾ, ആരോഗ്യപരമായ ആവശ്യങ്ങൾ എന്നിവയ്ക്കായി പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. ഈ ചെലവുകൾക്ക് മുൻഗണന നൽകുകയും അതിനനുസരിച്ച് സാമ്പത്തിക ആസൂത്രണം നടത്തുകയും ചെയ്യുക. കുടുംബത്തിലെ മുതിർന്നവരുമായി സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. വീട് വാങ്ങാനോ പുതുക്കി പണിയാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിനു മുമ്പ് എല്ലാ സാമ്പത്തിക കാര്യങ്ങളും വിശദമായി പഠിക്കുകയും ആവശ്യമായ ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ജ്യോതിഷപരമായി ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തികമായി ചില ഭാഗ്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ലോട്ടറി, ഊഹക്കച്ചവടം എന്നിവയിൽ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകാം. എന്നാൽ അമിതമായി ഇവയിൽ ആശ്രയിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സാമ്പത്തികപരമായ ദോഷങ്ങൾ കുറയ്ക്കുന്നതിനായി ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുന്നത്, സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കായി പ്രത്യേക പൂജകൾ നടത്തുന്നത്, സാധുജനങ്ങൾക്ക് അന്നദാനം ചെയ്യുന്നത് എന്നിവയെല്ലാം സാമ്പത്തികപരമായ ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതും കഠിനാധ്വാനം ചെയ്യുന്നതും ഏതൊരു ദോഷത്തെയും അതിജീവിക്കാൻ സഹായിക്കും. ജ്യോതിഷമനുസരിച്ച് ഗ്രഹങ്ങളുടെ സ്ഥാനവും അവയുടെ സ്വാധീനവുമാണ് സാമ്പത്തിക കാര്യങ്ങളെ പ്രധാനമായും നിയന്ത്രിക്കുന്നത്. ചില പ്രത്യേക കർമ്മങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ഈ ദോഷങ്ങളെ ഒരു പരിധിവരെ ലഘൂകരിക്കാൻ സാധിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് 2025 ഒക്ടോബർ മാസത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങളെ നേരിടാൻ സഹായിക്കുന്ന ചില പരിഹാരങ്ങൾ നോക്കാം. ഗണപതി വിഘ്നേശ്വരനാണ്. സാമ്പത്തികപരമായ തടസ്സങ്ങൾ മാറാനായി ഗണപതി ഭജനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. എല്ലാ ബുധനാഴ്ചകളിലും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഓം ഗം ഗണപതായേ നമഃ എന്ന മന്ത്രം ദിവസവും 108 തവണ ജപിക്കുക. ഗണപതി ഹോമം നടത്തുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് വളരെ നല്ലതാണ്. മോദകം, കദളിപ്പഴം, അപ്പം എന്നിവ നിവേദിക്കുന്നത് ശുഭകരമാണ്. സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഉത്തമമാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും വീടുകളിൽ നിലവിളക്ക് കൊളുത്തി ലക്ഷ്മി ദേവിയെ ധ്യാനിക്കുക. മഹാലക്ഷ്മി മന്ത്രം ജപിക്കുക. താമരപ്പൂക്കൾ ലക്ഷ്മി ദേവിക്ക് അർപ്പിക്കുന്നത് നല്ലതാണ്. കനകധാര സ്തോത്രം ജപിക്കുന്നതും ധനലാഭം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പണമിടപാടുകൾ നടത്താൻ വെള്ളിയാഴ്ച ശുഭദിവസമായി കണക്കാക്കപ്പെടുന്നു. അന്നദാനം മഹത്തായ ഒരു പുണ്യകർമ്മമാണ്. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നത് ദാരിദ്ര്യം അകറ്റാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം എല്ലാ മാസവും അന്നദാനത്തിനായി മാറ്റിവെക്കുക.
ക്ഷേത്രങ്ങളിലോ ആശ്രമങ്ങളിലോ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്ന സ്ഥാപനങ്ങളിലോ അന്നദാനത്തിന് സംഭാവന നൽകാം. നിങ്ങളുടെ വീട്ടിൽ വരുന്ന അതിഥികളെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ഭക്ഷണം നൽകുകയും ചെയ്യുക. ശനിയുടെ ദോഷകരമായ സ്വാധീനം സാമ്പത്തിക ക്ലേശങ്ങൾക്ക് കാരണമാകാറുണ്ട്. ശനിയെ പ്രീതിപ്പെടുത്തുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. എല്ലാ ശനിയാഴ്ചകളിലും ശനീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. എള്ളെണ്ണ വിളക്ക് കത്തിക്കുന്നത് നല്ലതാണ്. ശനിമന്ത്രം ജപിക്കുക. ശനിദോഷമുള്ളവർ കറുത്ത വസ്ത്രം, എള്ള്, എണ്ണ എന്നിവ ദാനം ചെയ്യുന്നത് ഉത്തമമാണ്. നീലക്കല്ല് ധരിക്കുന്നത് ശനിദോഷത്തിന് ഒരു പരിഹാരമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഇതൊരു ജ്യോതിഷിയുടെ ഉപദേശം തേടിയ ശേഷം മാത്രം ചെയ്യുക. വിഷ്ണു ഭഗവാന്റെ 1000 നാമങ്ങൾ അടങ്ങിയ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും. സാമ്പത്തിക ക്ലേശങ്ങൾ ഇല്ലാതാക്കാനും ഇത് സഹായിക്കും. എല്ലാ ദിവസവും രാവിലെ കുളിച്ച് ശുദ്ധിയായി വിഷ്ണു സഹസ്രനാമം ജപിക്കുക. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പാൽപായസം നിവേദിക്കുകയും ചെയ്യുക. ധനത്തിന്റെ അധിപനായ കുബേരനെ പ്രീതിപ്പെടുത്തുന്നത് ധനലാഭത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കും സഹായിക്കും. കുബേരമന്ത്രം നിത്യവും ജപിക്കുക. മഞ്ഞളിന് ഐശ്വര്യം കൊണ്ടുവരാനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. കുളിക്കുന്ന വെള്ളത്തിൽ ഒരു നുള്ളു മഞ്ഞൾ ചേർക്കുന്നത് സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് നല്ലതാണ്. നിങ്ങളുടെ വീട്ടിൽ മഞ്ഞളിന്റെ ഒരു കഷ്ണം സൂക്ഷിക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരും. ചന്ദ്രൻ മനസ്സിനെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്ന ഗ്രഹമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ മാനസികമായ സ്ഥിരത വളരെ പ്രധാനമാണ്. പൗർണമി നാളിൽ ചന്ദ്രനെ ദർശിക്കുകയും സോമമന്ത്രം ജപിക്കുകയും ചെയ്യുന്നത് മനസ്സിന് ശാന്തത നൽകുകയും നല്ല സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുകയും ചെയ്യും. രുദ്രാക്ഷം ധരിക്കുന്നത് ശിവന്റെ അനുഗ്രഹം നേടാൻ സഹായിക്കും. ഇത് ദോഷങ്ങളെ അകറ്റി ഐശ്വര്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരു മുഖ രുദ്രാക്ഷം അല്ലെങ്കിൽ 5 മുഖ രുദ്രാക്ഷം ധരിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലതാണ്. യഥാർത്ഥ രുദ്രാക്ഷം ധരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. തുളസി ചെടിക്ക് ഹിന്ദുമതത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. ഇത് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള ചെടിയായി കണക്കാക്കപ്പെടുന്നു. എല്ലാ ദിവസവും രാവിലെ തുളസി ചെടിയെ പൂജിക്കുകയും വിളക്ക് കൊളുത്തുകയും ചെയ്യുക. ഇത് വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരും. വ്യക്തിപരമായി ഓരോരുത്തർക്കും ഏറ്റവും അനുയോജ്യമായ ദോഷപരിഹാരങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതിനായി ഒരു ജ്യോതിഷന്റെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും. ഈ പരിഹാരങ്ങൾ വിശ്വാസത്തോടെയും ആത്മാർത്ഥതയോടെയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ജ്യോതിഷപരമായ പരിഹാരങ്ങൾ കർമ്മബലത്തെ പൂർണ്ണമായി ഇല്ലാതാക്കില്ല, പക്ഷെ അവയുടെ തീവ്രത കുറയ്ക്കാനും അനുകൂലമായ സാഹചര്യം ഒരുക്കാനും സഹായിക്കും. പ്രാർത്ഥനകൾക്കും പൂജകൾക്കും ഒപ്പം കഠിനാധ്വാനം ചെയ്യാനും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്താനും മറക്കരുത്. നിങ്ങളുടെ പരിശ്രമങ്ങളാണ് എപ്പോഴും പ്രാഥമികം. 2025 ഒക്ടോബർ മാസം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായ ഒരു സമ്മിശ്ര ഫലമാണ് നൽകുന്നത്. വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതകൾ ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ മറുവശത്ത് അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അതിനാൽ ഈ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയും ആസൂത്രണവും ആവശ്യമാണ്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുകയും നിക്ഷേപങ്ങളിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായിക്കും. കഠിനാധ്വാനവും ആസൂത്രണവും നല്ല തീരുമാനങ്ങളും ഈ മാസത്തെ സാമ്പത്തിക വെല്ലുവിളികളെ അതിജീവിച്ച് വിജയത്തിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കും. കൂടുതൽ വ്യക്തിഗതമായ ദോഷപരിഹാരങ്ങൾ അറിയുന്നതിനായി ഒരു നല്ല ജ്യോതിഷിയുമായി ആലോചിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ജാതകം വിശദമായി പരിശോധിച്ച് ഓരോ വ്യക്തിക്കും അനുയോജ്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ അവർക്ക് കഴിയും.